ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എക്സാമിന് കിതാബത്ത് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുക്ക് ഇല്ലല്ലോ എന്ന്. നിങ്ങൾക്ക് തദ്രീബു തിലാവയും തേൻ നിലാവുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് എഴുത്ത് പരീക്ഷയാണ് കിതാബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം കേട്ടെഴുത്ത് എടുക്കുകയാണ് ചെയ്യുക. ഉസ്താദ് ഒരു പേപ്പറിൽ കുറച്ച് വേർഡ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അത് എഴുതിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം അബുൻ, ദാൽ, ഹസ്, റുഷ്, ഖശബുൻ, ഹുസ്, ജുസ്ഉൻ, ബുഅദുൻ, സജദ, ഖറജ, സുബ്ഹുൻ, ബദ്റുൻ, അജാബ, സോബിറുൻ, ഹബീബുൻ. ഇതുപോലെ നിങ്ങളോട് ഉസ്താദ് കുറച്ച് വേർഡ്സുകൾ പറഞ്ഞു തരും. അത് ഓരോന്ന് എഴുതി കൊടുത്താൽ ഉള്ള മാർക്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചത്. ഓരോ ലൈനിൽ 4 വേർഡ്സ് വീതമാണ് ഓരോ ചോദ്യത്തിലും. അപ്പോൾ അതിൻ്റെയൊക്കെ മാർക്കുകളാണ്. അപ്പോൾ ആദ്യത്തിലൊക്കെ 2 അക്ഷരങ്ങൾ, പിന്നെ 3 അക്ഷരങ്ങൾ ചേർന്ന് വന്നത്, മനസ്സിലായില്ല? പിന്നെ 3 അക്ഷരങ്ങൾ തന്നെയാണ് അവസാനത്തിൽ ചേർത്ത് എഴുതുമ്പോൾ ജീമ എഴുതുന്നതും ഹ എഴുതുന്നതും റാ ദാലിനോട് ചേർന്ന് വരുമ്പോൾ എഴുത്ത് രീതിയൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കാനാണ് ഇങ്ങനെയുള്ള ഓരോ വേർഡ്സുകൾ തരുന്നത്. അതുപോലെ ഇടയിൽ അഴിന് വരുമ്പോൾ, ജീമ് ഇടയിൽ വരുമ്പോൾ, അവസാനത്തിൽ വരുമ്പോൾ, ചേർത്ത് എഴുതി വരുമ്പോൾ, പിന്നെ നീട്ടാനുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ, അലിഫ്, വാവ്, യാ ഒക്കെ നീട്ടാൻ വരുമ്പോൾ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ് ഈ കേട്ടെഴുത്തായിട്ട് ഇവിടെ ആദ്യം വരുന്നത്. അപ്പോൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ പേപ്പർ കുട്ടികൾക്ക് തരും. പിന്നെ ഇവിടെ താഴെ കൊടുത്തവ നോക്കി പകർത്തി ഇങ്ങോട്ട് എഴുതണം. ഇവിടെ തന്ന സ്പേസിലേക്ക് എഴുതി കൊടുക്കണം. അവരുടെ എഴുത്ത് രീതിയൊക്കെ എങ്ങനെയാണ്, അവർ അക്ഷരങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജ, ദു, സി, ഒൻ, ഒൻ, തൻവീലമോ വന്നത്. അപ്പോൾ അതൊക്കെ അതുപോലെ നോക്കി എഴുതണം. പിന്നെ 2 അക്ഷരങ്ങൾ ചേർന്ന് വരുന്നത്, കൂടി എഴുതുമ്പം വരുന്നത് സോൾ, ഹല്, ഹല്, ബിസ്, ഹുദ്, ഹുദ്, തഹ്. അപ്പോൾ അതൊക്കെ എഴുത്ത് രീതി കുട്ടികൾ മനസ്സിലാക്കി എഴുതണം. അയിന് ചേർത്ത് വരുന്നതും ഹ വരുന്നതും ഒക്കെ, ലോ വരുന്നതും ഒക്കെ കേട്ടോ. പിന്നെന്താണ് ഇതും ബോൾദുൻ, അയിന് നടുവിൽ വന്നപ്പോൾ വന്ന രീതി, എഴുത്ത് രീതി. പിന്നെ ഒഹുത്തുൻ, ഹർബുൻ, ബിഷ്റുൻ. അപ്പോൾ അതൊക്കെ നോക്കിയതാ. പിന്നെ ഇവിടെ വന്നത് എന്താണ്, ബാസിറുൻ, ബാസിറുൻ, നീട്ടാനുള്ള അക്ഷരങ്ങൾ ചേർന്ന് വന്നത്. പിന്നെ ഖതീബുൻ, ഖതീബുൻ, സോദുൻ, സോദുൻ. അപ്പോൾ അതൊക്കെ ഇവിടേക്ക് പാർത്ത് എഴുതാം. പിന്നെന്താണ്, അക്ഷരങ്ങൾ ചേർത്ത് എഴുതണം. തുഹ് ബിറു, ഓരോരോ അക്ഷരങ്ങളാക്കി തന്നിട്ട് തു ഹ് ബി റു. അത് ചേർത്ത് എഴുതുമ്പോൾ ഹ ബ എഴുതിയതൊക്കെ മനസ്സിലാക്കാം. അതുപോലെ നമ്മളിവിടെ തഷ്ജുദു, ത ഷി ജു, ജു ചേർത്ത് എഴുതുമ്പോൾ ഇതുപോലെ എഴുതണം. ജീമിന് താഴെ പുള്ളി, ഇത് ഹ ആണ്. അപ്പോൾ തഷ് ജു ദു, ദാല് അവസാനത്തിൽ എഴുതുന്ന രീതി നമ്മൾ നേരത്തെ മേലെ പറഞ്ഞിരുന്നു അല്ലേ. അവസാനത്തിൽ എഴുതുമ്പോൾ ഇതുപോലെ എഴുതുക. അപ്പോൾ തഷ് ജുദു എന്നത് അതുപോലെ എഴുതുക. പിന്നെ താഴുബുദു, അയിന്, അയിന് ഇടയിൽ വരുമ്പോൾ ബോഴുദുൻ എന്നതിൽ അയിന് വന്നു, ദു അവസാനത്തിൽ. അപ്പോൾ എന്ന് മനസ്സിലാക്കി എഴുതി കൊടുക്കുക. അടുത്തതാ അജബ്തു, അജബ്തു, ആ ജ ബ് തു, ആ എഴുതുക ആദ്യം. പിന്നെ ജീമ്, ബ, ത 3 ചേർത്ത് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ഈ വേർഡ്സുകൾ ആദ്യം എഴുതി പഠിപ്പിക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ പാഠഭാഗത്തു നിന്ന് ഓരോ വേർഡ്സുകൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിക്കുക. അപ്പോൾ നമുക്ക് ഇത് തന്നിട്ട് ഇതുപോലെ ആക്കാൻ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതാനും തരും. ചേർത്ത് എഴുതിയിട്ട് അത് അക്ഷരങ്ങൾ വേർതിരിക്കാനും തരും. അപ്പോൾ അവർക്ക് ഹ ഉം ജീമും ഹ ഉം ദാലും ഒക്കെ ഒറ്റക്ക് എഴുതുന്നത് മനസ്സിലാക്കി എഴുതാൻ കഴിയണം.
മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിപ്പിക്കുക. ഇത്രയാണ് കിതാബത്ത് എക്സാമിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളോ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോകാം വീഡിയോയിൽ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ എന്തെങ്കിലും പറ്റുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.